പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നും എനിക്ക് തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂർ ആലുക്കൽ കോറപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പരിച്ഛേദന വിശുദ്ധ മാമോദീസായുടെ മുൻകുറിയാണോ? ഇതും സജീവ് പാസ്റ്റർക്കുള്ള ഒരു മറുപടിയാണ്. തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമമാണ് പൊരുള്. പഴയ നിയമം മുഴുവൻ ഞാനിതിനു പറഞ്ഞിട്ടുണ്ട്, എല്ലാം യേശുവിനെ ഉന്മുഖമാക്കിയാണ് സംസാരിക്കുന്നത്. യേശുവിലേക്ക് അടുപ്പിക്കാനാണ് നോക്കുന്നില്ല. പഴയ നിയമ ബലികളും യേശുവിൻ്റെ ബലിയുടെ മുൻകുറിയായിരുന്നു. യേശുവിൻ്റെ ബലിയോടുകൂടി രക്തബലി അവസാനിക്കുകയാണ്. പഴയ നിയമ ബലികളൊക്കെ യഹൂദന്മാർ അർപ്പിച്ചിരുന്ന മൃഗബലികളാണ്. ഇവിടെ യേശു അവനെ തന്നെ സമർപ്പിക്കുകയാണ് രക്തബലിയായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ അഹറോൻ്റെ പൗരോഹിത്യം യേശുവിനുണ്ട്. അല്ലെങ്കിൽ ഈ രക്തബലി അർപ്പിക്കുവാൻ അവന് അധികാരമില്ല. ദൈവം എന്നുള്ള രീതിയിൽ അധികാരം ഇല്ലാത്തവരാണ്. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ആ പൗരോഹിത്യം അവരിലുണ്ട്, അത് സമ്മതിക്കുക തരവില്ല. അത് വിശദമായ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ പറഞ്ഞതാണ്. അപ്പോൾ മുൻ ബലികളെല്ലാം യേശുവിൻ്റെ ബലിയുടെ മുൻകുറികളായിരുന്നു. അപ്പോൾ പഴയ നിയമം മുഴുവൻ നിഴലാണ്, അതിൻ്റെ പൊരുളാണ് പുതിയ നിയമത്തിൽ വരുന്നത്. 8-ാം ദിവസം എല്ലാ യഹൂദന്മാരും പരിച്ഛേദനയേറ്റ് ആ സഭയിൽ അംഗങ്ങളാകണം. ജനിച്ചതുകൊണ്ട് കാര്യമില്ല, യഹൂദ സഭയിൽ ആരും ജനിച്ചതുകൊണ്ട് കാര്യമില്ല. പരിച്ഛേദനയേറ്റെങ്കിൽ മാത്രമേ യഹൂദ സഭയിൽ അംഗങ്ങളാവും. അത് ഉൽപ്പത്തി 17:7 മുതൽ ഉണ്ടത്. എല്ലാ പുരുഷന്മാരും പരിച്ഛേദന കേൾക്കണം, സ്ത്രീകൾക്ക് വേണ്ട. സ്ത്രീകൾക്ക് അന്ന് സഭയിൽ അംഗമായി ചേർക്കുന്നതിനുള്ള പ്രത്യേക നടപടികളില്ലായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടാന്ന് കർത്താവ് ദൈവം പറഞ്ഞാൽ പിന്നെ നമ്മളതിനെ പറ്റി ബന്ധപ്പെടണോ? ചിലരങ്ങനെ ചോദിക്കുക, പുരുഷന്മാർക്ക് പരിച്ചത് സ്ത്രീകൾക്ക് ഇല്ലല്ലോ. അവൻ ദൈവത്തെക്കാളും ആളാണ്. ദൈവം പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ട. ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ഉഭയസമ്മത പ്രകാരമാണ് പരിച്ഛേദനയേറ്റ് യഹൂദ സഭയിൽ അംഗങ്ങളായി തീരുന്നത്. അത് ഉൽപ്പത്തി 17:8 പറയുന്നത്, നിനക്കും നിന്റെ സന്തതിക്കും നിത്യമായ നിയമമായിരിക്കും ഇത്. നിനക്കും നിന്റെ സന്തതിക്കും നിത്യമായ നിയമം. പഴയ നിയമം കഴിഞ്ഞ മാർഗമുള്ള അതാണ് കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുതിയ ഇസ്രായേൽ സഭയിൽ അംഗമായി തീരുന്നതിനുള്ള പരിച്ഛേദനയ്ക്ക് പകരം വിശുദ്ധ മാമോദീസ ഏർപ്പെടുത്തിയത്, അല്ലെങ്കിൽ സ്നാനം ഏർപ്പെടുത്തിയത്. അങ്ങനെ അത് മനസ്സിലാക്കണം. പരിച്ഛേദനയും മാമോദീസ തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. പരിച്ഛേദന മാമോദീസയുടെ മുൻകുറിയാണ്. മേഘത്തിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ഇസ്രായേൽ രക്ഷപ്പെട്ടു. ചെങ്കടലിൽ വെള്ളം ഒഴിഞ്ഞു നിന്നു. അപ്പോൾ മുകളിൽ മേഘമുണ്ടായി, മേഘം മറഞ്ഞു. വെള്ളത്തുള്ളിൽ വീട് കാണാം, ചിലപ്പോൾ വീടില്ലായിരിക്കും. എങ്ങനെയായാലും മേഘത്തിൽ കൂടി രക്ഷപ്പെട്ടു. അത് സ്ഥാനത്തിന് മുൻകുറിയാണ്. നോഹയുടെ കപ്പൽ വെള്ളത്തിൽ കൂടി പോയി, വെള്ളത്തിൽ മുകളിൽ കൂടി പോയി. നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. ഇത് രണ്ട് സ്ഥാനത്തിന് മുൻകുറിയാണെങ്കിൽ ഈ പരിച്ഛേദനയും സ്ഥാനത്തിന് മുൻകുറിയാണ്. പഴയ നിയമത്തിലുള്ളതൊക്കെ നിഴലാണെന്നേ കർത്താവ് തന്നെ സ്ഥാപിച്ചത്. ആ നിഴലിനെ അപൂർണമായതിനെ പൂർണ്ണമാക്കാനാണ് കർത്താവ് മാമോദീസ എന്ന കൂദാശ ഏർപ്പെടുത്തിയത്. അതുകൊണ്ടുകൂടിയാണ് 28:19 28:19 വായിക്കുമ്പോൾ നിങ്ങൾ സ്നാനപ്പെടുത്തി
അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കാൻ പറഞ്ഞു. വേറെ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചിട്ട് ശിഷ്യരാക്കാൻ പറയുന്നുണ്ട്. അത് വലിയ ആളുകൾ, ഇത് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെല്ലാം വലിയ ആളുകളെ പഠിപ്പിക്കണം. സ്നാനപ്പെടുത്തി പഠിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ സ്നാനപ്പെടുത്തണം. അതിൻ്റെ വിശദവിവരങ്ങൾ പിന്നാലെ ഒരു വീഡിയോ ആയിട്ടുള്ള. ഇനി പരിശുദ്ധനായ പൗലോസ്ലീഹ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു വാക്യം പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിലെ 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചുകൊണ്ടോ. വളരെ വ്യക്തമായിട്ടല്ല പറയുന്നത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാണ് മാമോദീസ എന്ന്. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദന. കൈകൊണ്ടുള്ള പരിച്ഛേദനയാണ് സിനഗോഗിൽ വെച്ച് ആചാര്യന്മാർ നടത്തിക്കൊണ്ടിരുന്നത് കുട്ടികൾക്ക്. ആചാര്യന്മാരല്ലെങ്കിൽ യഹൂദന്മാരുടെ അതിന് ബന്ധപ്പെട്ട ആളുകൾ എന്നുദ്ദേശിച്ചാൽ മതി. പരിശോധന നടത്താൻ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകൾ. അതാണ് ഈ കൈ കൊണ്ടല്ലാത്ത, കൈകൊണ്ടുള്ള പരിശോധന. അത് കൈകൊണ്ടല്ലാത്ത, ഇവിടെ കുഞ്ഞിൻ്റെ ഒരു അവയവം മുറിച്ചുകളയല്ല. അതുകൊണ്ടാണ് അങ്ങനെ കൈകൊണ്ടല്ലാത്തെന്ന് പറയുന്നത്. ആ പരിശോധനയിൽ ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവരോടുകൂടെ കലർത്തപ്പെടുകയും അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ അടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, പറയേണ്ട കാര്യമില്ല. കർത്താവ് 8-ാം ദിവസം പരിശോധനയേറ്റു. അവനിവിടെ യോഹന്നാനിൽ നിന്ന് മാമോദീസ ഏറ്റില്ലേ? പരിശോധനയേറ്റവർക്ക് മാമോദീസ എന്തിനാന്ന് ചോദിക്കണമല്ലോ അർത്ഥമില്ല. അപ്പോൾ പിന്നെ കർത്താവേറ്റത്തിന് പിന്നെ യെരൂശലേം സിനോദോസ് കൂടി പരിശോധന വേണ്ട, മാമോദീസ മാത്രം പ്രതികരിച്ചു. അത് സമ്മതിക്കുന്നു. അതാണ് അവിടെ നിഴലായിരുന്നു, ഇവിടെ പൊരുളാക്കാണ്. പിന്നെ നിഴലിൻ്റെ ആവശ്യമില്ല. അതാണ് സിനോദോസിൽ അങ്ങനെ തീരുമാനിക്കാൻ ഉണ്ടായത്. നിത്യമായ നിയമം മാറ്റപ്പെടല്ല. പഴയ ഇസ്രായേലിന് കൊടുത്ത നിത്യമായ നിയമം പുതിയ ഇസ്രായേൽ കർത്താവ് തന്നെ സ്ഥാപിച്ച മാമോദീസായിൽ കൂടി അല്ലെങ്കിൽ സ്ഥാനത്തിൽ കൂടി അത് പ്രാവർത്തികമാവുകയാണ്. അത് കണ്ടിന്യൂ ചെയ്തു പോവാണ്. പഴയ നിയമത്തെ അങ്ങനെ ബഹിഷ്കരിക്കല്ല സജീവാശ്രയ. ഒരു പരിച്ഛേദന മാമോദീസയുടെ മുൻകുറിയാണ്. അത് സമ്മതിക്കാനുള്ള വിഷമം 8-ാം ദിവസം പരിച്ഛേദന ഏറ്റു. അപ്പോൾ 8-ാം ദിവസം മാമോദീസ മുക്കിയാൽ എന്താന്ന് യാക്കോബായ സഭയിലും മറ്റാളുകൾക്ക് ചോദിക്കുമല്ലോ. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വളച്ചൊടിക്കൽ. എന്തൊക്കെ അദ്ദേഹം പ്രസംഗിക്കണമെന്ന് പറയണം. ഞാൻ ആയിരങ്ങൾക്ക് ഉപദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ത്യോക്യയെ കളിയാക്കാൻ വേണ്ടിയിട്ട് അന്ത്യോക്യയെ മറക്കൂല. 34 ഭരണന അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഒരുത്തനെ ഞാൻ വളച്ചൊടിച്ച് അവനെ ഞാൻ സ്നാനം കഴിപ്പിച്ചു വരുന്നു. ഇത്ര നാൾ പ്രസവിച്ചെടുത്തിട്ട് ഒരാളെയുടെ അങ്ങനത്തെ കിട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് ഒരു ഓർത്തഡോക്സ് അച്ഛൻ. കുട്ടിക്കാലം മുതലേ അറിയുന്നതും പരസ്പരം വ്യാപാരം ചെയ്യുകയും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്ത ആ അച്ഛനെ സ്നാനപ്പെടുത്താനായിട്ട് ഈ പാസ്റ്ററെ കൊണ്ട് സാധിച്ചില്ല. ആ ഓർത്തഡോക്സ് അച്ഛൻ ചോദിച്ചു, നിങ്ങളെ പാമ്പിനെ കയ്യിലെടുക്കുക വിശേഷിച്ച് സാധനമായിട്ടതല്ലേ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ചിരിക്കത്തക്ക മറുപടിയാണ്. പൗലോസ്ലീഹായെ പാമ്പ് കഴിച്ചു, അവൻ കുടഞ്ഞു കളഞ്ഞില്ലേന്ന്. പൗലോസ്ലീഹയുടെ വിശ്വാസം ഇവർക്ക് കിട്ടുന്നതായി പറയണത്. പൗലോസ്ലീഹ എന്ത് ചെയ്തു എന്നല്ല അച്ഛൻ ചോദിച്ചത്, ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ച സ്ഥാനമേറ്റ ഒരാൾക്ക് ഈ പാമ്പിനെ കയ്യിലെടുക്കാനും പാമ്പ് കടിച്ചാൽ കുടഞ്ഞു കളയാനും സാധിക്കുമോ?
ഉടഞ്ഞളയാൻ സാധിക്കും, പക്ഷെ വെള്ളം കയറിയിട്ടുണ്ടാവും. അതിന് മറുപടി പറയേണ്ടതിന് വീരപ്രവർത്തികൾ ചെയ്ത ആളുകളുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വീരപ്രവർത്തികൾ ചെയ്യുന്നത്. കണ്ടിട്ടെന്ന് നോക്കുമ്പോൾ ആർക്കാ പറയാൻ പോലത്. 1-2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പെന്തക്കോസ്തുകാരൻ, ഒരു വല്യമ്മ, ആ വീട്ടിലെ വല്യമ്മ മാത്രമേ ഉള്ളൂ, അത് തളർന്ന് കിടക്കാണ്. അതിന് എഴുന്നേറ്റെടുക്കാൻ വയ്യ, വേണ്ട സ്വത്തുമുണ്ട്. ഒരു പാസ്റ്ററോട് ചെന്ന് വല്യമ്മയെ ഒരാഴ്ച കൊണ്ട് ഞാൻ വല്യമ്മയെ നടത്തി തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൂടി. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ കൂടി. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടോ, എനിക്കത് പറയാൻ പറ്റും. ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ മാസങ്ങൾ കടന്നുപോയി. അനേകം ആളുകൾ അവിടെ വന്ന്, ഇവരുടെ സഭയിൽപ്പെട്ട ആളുകൾ വന്ന് പ്രാർത്ഥിക്കലും തമ്പേരടിക്കലും ബഹളവും കൂത്തുമൊക്കെ ആയി. വല്യമ്മ എഴുന്നേറ്റടക്കില്ല. അവസാനം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ 2 ചില്ലാനും കോടി രൂപ പാസ്റ്ററുടെ അക്കൗണ്ടിലേക്കായി. അത്രയും നാൾ സുഖമായിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് കുടുംബം സുഖമായിട്ട് ജീവിച്ചു. ഇതായിരിക്കാം അദ്ദേഹം കണ്ട വീരപ്രവർത്തികളിൽ ഒരെണ്ണം. പാസ്റ്റൊന്നും മനസ്സിലാക്കുക. അവിടെ 2 അർത്ഥത്തിൽ ഉപയോഗിക്കാം. കടുത്ത വിശ്വാസമുള്ളവരെ പാമ്പടിച്ചേക്കൂല. അതാണ് പൗലോസിലേക്ക് പറ്റിയത്. അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അഹങ്കാരം കൊള്ളൂല. പരീക്ഷനാവാൻ നോക്കണ്ട, ചുങ്കക്കാരനാവാൻ നോക്കണ്ട. പിന്നെ മറ്റൊരർത്ഥം, ഏത് പൈശാചിക ശക്തികളെയും വെല്ലുവിളിക്കുവാനായിട്ട് മാമോദീസ ഏറ്റവും സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അക്ഷരീയമായിട്ട് എടുക്കരുത്, അത് ആത്മീയമായിട്ട് എടുക്കണം. ആവശ്യമില്ലാത്തവരൊക്കെ പാസ്റ്റർ ആത്മീയത എടുത്തു. ഇവിടെ ആത്മീയത എടുത്തില്ല. എന്നിട്ട് വീരപ്രവർത്തികൾ ചെയ്തു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ പഴയ നിയമം നിഴലാണെന്നും പുതിയ നിയമമാണ് പൊരുളെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അറിയാമയ്യാഞ്ഞിട്ടൊന്നുമല്ല. എങ്ങനെയാണ് യാക്കോബക്കാരെ, പ്രത്യേക യാക്കോബക്കാരോടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം. ഞാൻ മുഴുവൻ നരസാർന്ന കഥയും പറഞ്ഞു. എൻ്റെ പേര് പറഞ്ഞില്ല. യാക്കോബ സൈല ഒരു സീനിയർ കോറപ്പിസ്കോപ്പാർ എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ഞാനത് മുഴുവൻ കേട്ടില്ല. ഞാൻ വേറെ കഴിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ എന്താ കോറപ്പിസ്കോപ്പ പറയുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സജി പാസ്റ്ററുടെ സഭയിൽ ഓരോണ്ടോ രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമുണ്ട്. ഞാൻ പറഞ്ഞു സത്യമുണ്ട്. ഞാൻ പറഞ്ഞ സജി പാസ്റ്റർക്ക് നല്ല ശരീരവും ആരോഗ്യവും പ്രായക്കുറവും നരയ്ക്കാത്ത താടിയും തലയൊക്കെ ഉണ്ടല്ലോ. താടി മുഴുവൻ നരച്ചിട്ടില്ലെങ്കിലും അവിടെ ഏതാണ്ടൊക്കെ പുരട്ടിയിട്ടൊന്നായിരിക്കും തോന്നുന്നത്. ചിലടത്തൊക്കെ തരട്ടെ, ചിലടത്ത് അറിയില്ല. ഇങ്ങനെയാവട്ടെ. ഇത്രയ്ക്ക് ഉണ്ടായിട്ടും തലയ്ക്ക് മുളയില്ല. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞല്ലേ, ശിശുക്കളുടെ ഈ ബലപിടിക്കുന്നതിൻ്റെ വായിൽ നിന്ന് അതിനൊക്കെ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു പറയുന്നതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ പറ്റിയൊക്കെ സംസാരിച്ചത്. ഇവിടെയും സംസാരിക്കുക എങ്ങനെയാണ്? പരിച്ഛേദനൊന്നും വിഷയമല്ല. പരിച്ഛേദന ഒരു മുൻകുറിയല്ല. പഴയ നിയമം മുഴുവൻ മുൻകുറികളാണ്. അത് ഭാഷ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്നാനം എന്നത് ചുമ്മാ ചെന്ന ഒരാളെ വെള്ളത്തിൽ മുക്കലല്ല. ഈ ആദിവാസി കുടുംബങ്ങളിലേക്ക് നടന്ന 18 വയസ്സായ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുണ്ട്. ഇവർ നിങ്ങൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ മുക്കലായി. ദൈവപുത്രൻ, ദൈവം എന്താണെന്ന് അവർക്കറിയില്ല. പിന്നെ ദൈവപുത്രനാണെന്ന് അറിയുമോ? നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും ആ പാവങ്ങളൊക്കെ തലയിൽ കയറില്ല. നിങ്ങളെന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുങ്ങളെ കൊണ്ടൊന്ന് മുക്കി വിടുക ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ ഇത്രയാക്കി ഇപ്പോൾ കോടികളായി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാതെ കൈവെപ്പില്ലാത്ത ഒരാൾക്കും വിശുദ്ധ മാമോദീസ നടത്താൻ അധികാരമില്ല. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നിങ്ങളങ്ങനെ ധരിച്ചോളൂ. യേശുവിനോട് ചേർന്നിരിക്കണമെങ്കിൽ കൈവെപ്പുള്ള പുരോഹിതൻ എന്ന കൂദാശ മാമോദീസ സ്വീകരിക്കണം. അന്നു മുതൽ യേശു അവനിൽ വാഴുകയാണ്. 1000 ആണ്ട് വാഴയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത്. അന്നു മുതൽ അവന് വാഴുകയാണ്. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമില്ല. അനാദി മുതലേ അവൻ രാജാവാണ്. അവൻ്റെ രാജ്യത്വത്തിന് അവസാനവുമില്ല.
ഞങ്ങളിൽ യേശു ഇപ്പോഴും വാണുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശുദ്ധ കുമ്പസാരം നടത്തും. വിശുദ്ധ കുമ്പസാരത്തെ എതിർത്തോ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ വിശ്വാസമാണ് പറയും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ജീവൻ്റെ വചനം അങ്ങയുടെ കയ്യിലാണ്, ഞങ്ങൾ എവിടെ പോകാനാണ്? അതിന് അങ്ങ് മാറ്റി മറിച്ചൊക്കെ പറയുന്നു. അപ്പം നിന്നവരൊക്കെ വേഗം പോയി. ഇവിടെ എന്ത് പറഞ്ഞപ്പോഴാണ്? യോഹന്നാൻ 6:66 വായിക്കുമ്പോൾ അറിയാം. അതിനു മുമ്പ് പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവനുള്ളിൽ ജീവനില്ല. എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് പറഞ്ഞപ്പോഴാണ് പലരും വിട്ടുപോയത്. ഈ ആശേരിച്ചൊക്കെ എൻ്റെ ശരീരം ഭക്ഷിക്കാതെ ഈ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിത്യജീവൻ ലഭിക്കില്ലെന്ന് പറയും. ഇവനെ ആര് വിശ്വസിക്കാനാണ്? ഇവൻ്റെ ശരീരം ആർക്ക് ഭക്ഷിക്കാനാണ്? മാനുഷിക ശരീരം ഭക്ഷിക്കാൻ പറ്റും? എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരം എന്ന് അവൻ പറഞ്ഞാൽ അവൻ്റെ ശരീരം തന്നെയാണ്. കർത്താവിൻ്റെ ശരീരം, എൻ്റെ ശരീരം. അത് പറഞ്ഞപ്പോഴാണ് പിൻവാങ്ങിപ്പോയത്. അത് പാസ്റ്റർ പറയാഞ്ഞത്. കുർബാന ധിക്കരിക്കുന്ന പാസ്റ്റർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തരഹിത ബലിയെ വിമർശിക്കുന്നത് അംഗീകരിക്കാത്ത പാസ്റ്റർ, കർത്തൃവേഷം നടത്തി ബണ്ണും നാരങ്ങാതേരും കുറിച്ചുകൊണ്ട് പോകുന്ന പാസ്റ്റർ, എന്ത് വിശ്വാസം നിങ്ങൾക്കുള്ളത് എനിക്ക് മനസ്സിലാവും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ അവനെ കൈക്കൊള്ളുന്നത് എങ്ങനെയാണ്? മാമോദീസയിൽ കൂടി കൈക്കൊള്ളുന്നത്. അവനിൽ വിശ്വസിക്കുന്ന എങ്ങനെയാണ്? അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അവൻ സ്ഥാപിച്ച കൂതാശകൾ അംഗീകരിക്കണം. അല്ലാതെ ഒരു രക്ഷയില്ല. വർഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.